വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് സ്റ്റഡി റുട്ടീനാണ്. ഈവനിങ് സ്റ്റഡി റുട്ടീനാണ്. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ലഞ്ച് ബോക്സും ആൻഡ് വാട്ടർ ബോട്ടിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ബാഗ് എവിടെയാണ് വെക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം. അതിനുശേഷം ഡെസ്കൊക്കെ ഒന്ന് ഒതുക്കി വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കുക. അത് നല്ലൊരു ശീലമായിരിക്കും. ഓക്കെ, ഡെസ്ക് ഒന്ന് ഓർഗനൈസ് ആക്കിയതിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് അടുത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. എഴുതി വെച്ചതിന് ശേഷം ഇപ്പോൾ കുറേ എഴുതുന്നുണ്ട് കേട്ടോ, എനിക്ക് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അങ്ങനെ എല്ലാം എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്റ്റിക്കി നോട്ടിലാണ് ഞാനിപ്പോൾ എഴുതി വെക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വളരെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം കേട്ടോ. സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അടുത്തതായിട്ട് ഞാൻ പ്ലാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ജൂൺ മന്തിൽ. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ പ്ലാൻ ചെയ്യുവാണ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്യുവാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു മന്തിലെ പ്ലാനർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്. ഇപ്പോൾ 2-3 days ആയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്ലാന്റ് 2-3 days ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിനു മുമ്പ് ഞാൻ ഇയർലി എല്ലാ ഇയേഴ്സും ചെയ്യാറുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷവും ഞാനൊരു ജൂൺ മന്തിൽ പ്ലാനർ ഉണ്ടാക്കി, ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 4-4:30 ആകുമ്പോൾ ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാനുള്ള ടൈമാണ്. ഇതൊക്കെ നമുക്ക് റെസ്റ്റിംഗ് ടൈമായിട്ട് കൂട്ടാട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റഡീസിലോട്ട് പോകാൻ പോണത്. അപ്പോൾ സ്നാക്സ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6:45 ആയതിന് ശേഷം നമുക്ക് ആ ഒരു ടൈമിനിടയിൽ നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാം. 6:45 ആയി നമ്മളുടെ സ്റ്റഡി ടൈമാണ്. സ്റ്റഡി ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം ഒന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ എഴുതി വെച്ചതും നോക്കിയിട്ട് ഓർഡറിൽ പഠിക്കാം കേട്ടോ. നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായില്ലേ, അത് ഓർഡറിൽ പഠിക്കാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം എനിക്ക് വായിക്കാനുണ്ടായിരുന്നു, അപ്പോൾ വായിച്ചു. അപ്പോൾ എല്ലാം വായിക്കാൻ കുറച്ച് ടൈം എടുത്തു. ഞാനിപ്പോൾ 2x ഇട്ടേക്കണോണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡ്. അത് കഴിഞ്ഞ് നമ്മൾ ടു ഡു ലിസ്റ്റ്, അതായത് സ്റ്റിക്കി നോട്ടിൽ ഒട്ടിച്ച് വെക്കുന്നതിലെല്ലാം ടിക്കറ്റ് പോയി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പോസ്റ്റർ അടിച്ചില്ലേ, അത് ഞാൻ എൻവയോൺമെൻറ്റ് ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്തു. ഇത് ഈ ഒരു പോസ്റ്റർ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു 8:15 ആയപ്പോൾ റെസ്റ്റിംഗ് ടൈമായിരുന്നു. ഇന്ന് എനിക്ക് അധികം പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്രയും നേരത്തെ കഴിഞ്ഞത്. അതിനുശേഷം ഉള്ളത് സ്ക്രീൻ ടൈമാണ്. ഫോണും ലാപ്ടോപ്പും TV എല്ലാം യൂസ് ചെയ്യാം. അതിനുശേഷം ഡിന്നർ ടൈമാണ്. അതിനുശേഷം സ്ലീപ്പിംഗ് ടൈമാണ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.